പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനകം വലിയ ശബ്ദം കേട്ടെന്ന്. അപ്പം അത് മെക്കാനിക്കലായിട്ട് എന്തോ ഒരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പൈലറ്റിനോ കോ പൈലറ്റിനോ കഴിയില്ല. അടിസ്ഥാനപരമായി എന്തോ കാര്യമായ തകരാറ് അതിന് സംഭവിച്ചിരിക്കുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്ന്, കാരണം ഇതെല്ലാം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അവിടുത്തെ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ എൻജിനീയറിംഗ് ടീം മൊത്തമായി എല്ലാം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൂടാതെ പൈലറ്റും അതും പരിശോധിച്ച ശേഷമേ അദ്ദേഹം ആ ഫ്ലൈറ്റിൽ കയറുകയുള്ളൂ. കംപ്ലീറ്റ് അത് പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹം ടേക്ക് ഓഫിന് അല്ലെങ്കിൽ ആ പൈലറ്റിൻ്റെ കസേര ഇരിക്കാൻ തയ്യാറാവുള്ളൂ. അങ്ങനെ വളരെയധികം കാര്യങ്ങൾ ഇതിനകത്ത് പരിശോധിച്ച ശേഷമാണ് പിന്നെ ആ ശബ്ദം എന്തായിരുന്നു പിന്നിൽ, അതാണ് കൂടുതലും അന്വേഷിക്കേണ്ടത്. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താൻ കഴിയും എന്ന് കരുതുന്നുണ്ട്. എങ്കിലും ഒരു 6 മാസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഏകദേശം ഒരു അന്വേഷണം DGCയുടെ പൂർത്തിയാകുകയുള്ളൂ.